കോഴിക്കോട് കട്ടിപ്പാറയിലെ അറവുമാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരായ സമരത്തിൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞുകയറിയെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടിക്കിൽ 24-നോട് പറഞ്ഞു. SDPI ആണ് ആക്രമണം നടത്തിയതെന്ന് വിശ്വസിക്കുന്നില്ല. ഫാക്ടറി നശിപ്പിച്ചത് സമരക്കാർ അല്ലെന്നും ഫ്രഷ് കട്ട് മുതലാളിമാരുടെ ഗുണ്ടകളായിരിക്കാം തീയിട്ടതെന്നും ബാബു കുടിക്കിൽ 24-നോട് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളും ഉമ്മമാരും അമ്മമാരും വൃദ്ധന്മാരും ഒക്കെ ഉള്ള സമരത്തില് ഒരിക്കലും അക്രമത്തിലേക്ക് പോകാനുള്ള സമരമല്ലായിരുന്നത്. ജനാധിപത്യ രീതിയിലുള്ള സമരമാണ് ഞങ്ങൾ ചെയ്തത്. ഫാക്ടറിയിൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സമരക്കാരല്ലത് ചെയ്തത്. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് SDPI എന്നല്ല, അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസമല്ല. പല സാമൂഹ്യ വിരുദ്ധർ വന്നിട്ടുണ്ടാവാം, അവരായിരിക്കും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് കട്ട് മുതലാളിമാരുടെ ഗുണ്ടകൾ അതിനുള്ളിൽ അവർ വളർത്തുന്നവരാണ്. അവരാണ് ഈ സമരത്തിൽ തീയിട്ടതെന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. അവരോടൊപ്പം ഇനി പുറത്തു ദിക്കുകളിൽ നിന്ന് വന്ന സാമൂഹ്യ വിരുദ്ധരായിരിക്കും. ഫ്രഷ് കട്ട് സംഘർഷ കേസിൽ പ്രതികളെ കണ്ടെത്താൻ കരിമ്പാലം കുന്നിലെ വീടുകളിൽ വ്യാപക റെയ്ഡ് നടക്കുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ സാമൂഹ്യ വിരുദ്ധർ അതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ചിലപ്പോൾ അത് മുതലാളിമാരുടെ ആളുകളായിരിക്കാമെന്ന ഒരു സൂചനയൊക്കെ നൽകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. അതായത് ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് സമരം നടത്തുന്നതാണ് ഈ ഫ്രഷ് കട്ടിലെ സമരസമിതി പ്രവർത്തകർ. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകാൻ എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. നമുക്ക് ഈ സമരസമിതി പ്രവർത്തകരോടോ അല്ലെങ്കിൽ സമരക്കാരോടോ ചോദിക്കാൻ പോലും അവരെ നമുക്ക് കണ്ടുകിട്ടുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ. കാരണം എല്ലാവരും ഒളിവിലാണ്. പോലീസ് വ്യാപകമായിട്ട് ഈ വീടുകൾ കയറി ഇറങ്ങി ഇവരെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ആരും തന്നെ അറസ്റ്റിലായിട്ടില്ല. കൂടാതെ കൂടുതൽ FIR-കൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 700-ഓളം പേരെ ഇപ്പോൾ തന്നെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്, വിവിധ കേസുകളിലായിട്ട് പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതിനിടയിലാണ് ഇന്നലെ CPM-ന്റെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വരുന്നത്. കാരണം SDPI പ്രവർത്തകർ ഇതിൽ നുഴഞ്ഞു കയറി അവരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതും അതുപോലെ തന്നെ തീയിട്ടതും സമരസമിതി പ്രവർത്തകരല്ല എന്ന് CPM ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ വാദം പൂർണ്ണമായിട്ടും തള്ളുകയാണ് സമരസമിതി. കാരണം സമരസമിതി പറയുന്നത്, ഈ സമരസമിതി എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമുണ്ട്. പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത്, കാരണം ഈ ഫാക്ടറിക്ക് തീയിടലൊന്നും തന്നെ സമരസമിതിയുടെ ഒരു സ്വഭാവമല്ല. മാത്രമല്ല 6 വർഷക്കാലമായി സമരം ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ അത്തരത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അത്തരത്തിൽ യാതൊന്നും സമരസമിതിക്കാർ ചെയ്യുകയുമില്ല. മാത്രമല്ല അവിടെ നടന്നത് മനഃപൂർവ്വം കരുതിക്കൂട്ടി പ്ലാൻഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ്. അത് നടത്തിയിട്ടുള്ളത് ഫ്രഷ് കട്ടിന്റെ തന്നെ ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് ഈ മുഖംമൂടിയൊക്കെ ധരിച്ച് CCTV ക്യാമറയിൽ പതയാതിരിക്കാൻ വേണ്ടി ഈ ആളുകൾ ശ്രദ്ധാലുക്കളായിരുന്നത് എന്നുള്ള കാര്യവും ഈ സമരസമിതി ആരോപിക്കുന്നുണ്ട്. അതായത് നിലവിൽ സമരസമിതി പ്രവർത്തകരാരും തന്നെ ഇത്തരത്തിൽ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. മറിച്ച് പുറത്തുനിന്ന് വന്ന ആരോ ആയിരിക്കാം. കാരണം ഫ്രഷ് കട്ടിനെതിരെ നിരവധി പേർക്ക് ഇതിനോടകം തന്നെ വൈരാഗ്യമുണ്ട്, ശത്രുക്കളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത്, കോഴിക്കോട് നിലവിലെ സാഹചര്യത്തിൽ ഈ ഫ്രഷ് കട്ടിന് സമാനമായിട്ട് ഒരു ഫാക്ടറിയോ ഒരു സ്ഥാപനമോ പ്രവർത്തിക്കുന്നില്ല. അത്തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ തന്നെ ഈ ഫ്രഷ് കട്ട് മുടക്കാനുള്ള ശ്രമം നടത്തി. അതുകൊണ്ടായിരിക്കാം തുടങ്ങിയ ആരോപണങ്ങളാണ് സമരസമിതി ഉന്നയിക്കുന്നത്. എന്തായാലും അതൊരു ജനവാസ മേഖലയാണെന്ന് ആരും തർക്കമില്ല. അവിടെ ഈ കോഴിമാലിന്യം കൊണ്ടുവരുന്ന അതിനെ ഉപോൽപ്പന്നമാക്കുന്ന കമ്പനിയാണ് ഫ്രഷ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ഗംഭീര ഒക്കെ ആണെങ്കിൽ തന്നെയും അത് ജനവാസ മേഖലയിൽ വന്ന് അവിടെ വലിയ ദുർഗന്ധം ഉണ്ടായി. അവരുടെ ജലാശയങ്ങൾ മലിനപ്പെടുത്തിയതിലൊക്കെ 5-6 വർഷമായിട്ട് അവരുടെ സമരം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ SKN40 പരിപാടിക്ക് പോകുമ്പോൾ അവരെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ നമ്മൾ അപ്പോഴും പറയുന്നത് അതിര് കടന്ന സമരങ്ങൾ ഒരു സമരമാർഗ്ഗമല്ല. അപ്പോൾ എന്തായാലും ഈ സമരസമിതി ചെയർമാൻ പറഞ്ഞ കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ സമരം നടത്തുന്നവരാണ്. അത് അതിജീവന സമരമാണ്, ജനകീയ സമരമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ആകാമായിരുന്നു, അത് ഞങ്ങളല്ല എന്ന് പറയുകയാണ് സമരസമിതി ചെയർമാൻ. എന്തായാലും അന്വേഷണം നടക്കട്ടെ, അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.